പലപ്പോഴും യാത്രാവേളകളിൽ കണ്ടിട്ടുള്ള ഒരു കാഴ്ചയുണ്ട്. തെരുവോരങ്ങളിൽ അനാഥരായി ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ എന്തിനെ ഒന്ന് തലചായച്ച് വിശ്രമിക്കാൻ പോലും ഇടയില്ലാതെ വിഷമിക്കുന്ന അനേകം ആളുകൾ. യഥാർത്ഥത്തില് ഇവർ ദരിദ്രരാണോ? സംശയമില്ല അല്ലേ, അവർ ദരിദ്രർ തന്നെയാ. ഒരിക്കല് ഒരു രാജകുമാരൻ ഒരു എക്സിബിഷൻ നടത്തി. രാജകൊട്ടാരത്തിലെ ആടയാഭരണങ്ങൾ, ചമയങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, കൗതുക വസ്തുക്കൾ എല്ലാം പ്രദർശിപ്പിച്ചിരുന്നു. അന്നൊരു ദിവസം കുറച്ച് യുവതികൾ പ്രദർശനം കാണാനായിട്ട് എത്തി. അവരുടെ കൗതുകം കണ്ട് രാജകുമാരന് ഒരു കുസൃതി തോന്നി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വസ്തു നിങ്ങൾക്ക് സ്പർശിക്കാം, സ്പർശിച്ച വസ്തു നിങ്ങൾക്ക് സ്വന്തമാക്കുകയും ചെയ്യാം. എല്ലാ പെൺകുട്ടികളും തങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്തു തേടി നടക്കുകയായി. എന്നാൽ ഏറ്റവും തൂക്കമുള്ള സ്വർണ്ണാഭരണങ്ങളിലായിരുന്നു പലരുടെയും കണ്ണ്. എന്നാൽ ഒരു കുട്ടി മാത്രം ഒന്നും സ്പർശിച്ചില്ല. അതിബുദ്ധിമതിയായ പെൺകുട്ടി രാജാവിനെ സ്പർശിച്ചുകൊണ്ട് സ്വന്തമാക്കി. ഇതുപോലെ അതിബുദ്ധിമതിയായിരുന്നു അസീസിയിലെ വിശുദ്ധ ക്ലാര. പട്ടുടയാട വസ്ത്രങ്ങൾ, ആടയാഭരണങ്ങൾ, വലിയ കൊട്ടാര മാളിക, സൗന്ദര്യം എല്ലാം ഉണ്ടായിരുന്നേ. എന്നിട്ടാ അവൾ ഈശോയ്ക്ക് വേണ്ടി നാടും വീടും എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി പുറപ്പെട്ടത്. ഇന്നത്തെ ലോകത്ത് ചിന്തിക്കുകയാണെങ്കിൽ ശരിക്കും ഭ്രാന്താണെന്ന് തോന്നൂല്ലേ? ഇന്നത്തെ ലോകത്തിലെ ആഡംബരത്തിന്റെ സുഖ സൗകര്യങ്ങളുടെയും എന്തിനെ തങ്ങളുടെ ബെസ്റ്റിയെ കണ്ടെത്താനുള്ള തിരക്കോട്ടങ്ങളിൽ ക്ലാരയുടെ ജീവിതം ശരിക്കും ഒരു വെല്ലുവിളി തന്നെയല്ലേ? നിങ്ങൾക്കറിയോ, ക്ലാര മഠത്തിന്റെ ഒരു മഠാധിപയായിരുന്നു. അതാ നമ്മൾ കണ്ടുപഠിക്കേണ്ടത്. എല്ലാവരുടെയും ആവശ്യങ്ങളിൽ ഇറങ്ങിച്ചെല്ലാൻ മാത്രം അവൾ വിനീതയായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഏതെങ്കിലും സഹോദരിയുടെ വസ്ത്രം മോശമാണെന്ന് കണ്ടാൽ തൻ്റെ വസ്ത്രം ആ സഹോദരിക്ക് കൊടുത്ത് മോശമായ വസ്ത്രം ക്ലാര ധരിക്കുമായിരുന്നു. പിന്നെ ഭിക്ഷ യാചിച്ചായിരുന്നു സഹോദരിമാർ ഭക്ഷണം കഴിച്ചിരുന്നത്. പിന്നെ ഭക്ഷണം കഴിച്ച് കിട്ടിയിരുന്ന റൊട്ടി കഷ്ണങ്ങളിൽ വലുതും നല്ലതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ സഹോദരിമാർക്ക് കൊടുത്ത് മോശമായ ഭക്ഷണം ക്ലാര ആരും കാണാതെ കഴിച്ചിരുന്നു. ദിവംഗതനായ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പിതാവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ജയിലറകളിൽ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യരുടെ കാലുകൾ കഴുകി ചുംബിച്ച് ഈശോയുടെ സ്നേഹം പകർന്നു നൽകി. നമ്മുടെ ക്ലാര പുണ്യവതിക്കും ചെറുപ്പം മുതലേ പാവങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്നത് കൊണ്ടാണ് പാവങ്ങളെ സ്നേഹിക്കുവാനും ഭിക്ഷ യാചിച്ചു വരുന്ന സഹോദരിമാരുടെ കാലുകൾ കഴുകി ചുംബിക്കാൻ മാത്രം അവൾ വിനീതയായത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഭക്ഷണവും വസ്ത്രം മാത്രമാണെന്ന്? അല്ലാട്ടോ. നിരാശയിൽ കഴിയുന്നവർ, സമാധാനം സന്തോഷം നഷ്ടപ്പെട്ടവർ, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ നമ്മുടെ സമൂഹത്തില്. നമുക്ക് അവരെയും കൂടി ഒന്ന് ചേർത്ത് നിർത്തിയാലോ? ഞാൻ എൻ്റെ കൂടെയുണ്ട് എന്ന ഒറ്റ വാക്ക് മതി കേട്ടോ, പകുതി ആശ്വാസമാകും. അപ്പോൾ ഇത്തവണത്തെ തിരുനാൾ നമുക്ക് അടിപൊളിയാക്കിയാലോ? എല്ലാവർക്കും ക്ലാര പുണ്യവതിയുടെ തിരുനാൾ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു.